കഴിഞ്ഞ ദിവസമാണ് സുധിയുടെ ഭാര്യ വളരെയധികം സങ്കടത്തോടെ സോഷ്യൽ മീഡിയയിൽ വന്നത്. കാരണം എന്താണെന്നാൽ ഇങ്ങനെയാണ് ചോദിക്കുന്നത്: കാപ്പ കുത്തിയ പ്രതിയാണോ ഞാൻ? 10 കെട്ടിയാലും 12 കെട്ടിയാലും ഇവർമാർക്കെന്താ എന്നാണ് രേണുസുധി എത്തിയിരിക്കുന്നത്. വളരെയധികം ദുഃഖകരമായാണ് രേണുസുധി എത്തിയിരിക്കുന്നത്. വളരെയധികം മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട താരമായിരുന്നു കൊല്ലം സുധി. കൊല്ലം സുധിയുടെ മരണത്തിന് ശേഷം സുധിയുടെ ഭാര്യ റീൽസ് താരവുമായി എത്തിയതാണ് രേണു. തനിക്കെതിരെ അപവാദ പ്രചരണം നടത്തിയ വ്ളോഗർക്കെതിരെ ചങ്ങനാശ്ശേരിയിലുള്ള തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ എത്തിയപ്പോൾ അവിടെയുള്ള ഉദ്യോഗസ്ഥർ ദേഷ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. പരാതി നൽകാനെത്തിയപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ തങ്ങളോട് ദേഷ്യപ്പെട്ടെന്നും ആർക്കെതിരെയാണോ പരാതി പറഞ്ഞത് അവരെ ന്യായീകരിച്ചു എന്നുമാണ് പറയുന്നത്. സ്റ്റേഷനിൽ നിന്നും നീതി ലഭിച്ചില്ലെന്നും കരഞ്ഞുകൊണ്ട് പറയുന്ന രേണുവിൻ്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു. പരാതി ഇവിടെ തീർക്കാൻ പറ്റില്ല, കോടതിയിൽ പോകാനാണ് പറഞ്ഞത്. ഞങ്ങളോട് ദേഷ്യപ്പെടുകയായിരുന്നു. 2 സ്ത്രീകൾ എന്ന് പോലും നോക്കാതെ അവർ ദേഷ്യപ്പെട്ടു. അവന് എന്താണ് എങ്ങനെയാണ് എന്നൊന്നും ചോദിച്ചേയില്ല. ഞങ്ങൾക്കും കോടതിയിൽ പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നാണ് പറയുന്നത്. അവനും ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ടെന്ന് പറയുന്നു. ഇനി കോടതിയിൽ പോകാനാണ് തീരുമാനമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിനാണ് ഇതൊക്കെ വീണ്ടും വീണ്ടും കൊത്തിപ്പൊക്കുന്നത്? എൻ്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് സുധിച്ചേട്ടനും മോനും എല്ലാം അറിയാം. ഇതിന് മാത്രം ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? കാപ്പ കുത്തിയ പ്രതിയാണോ ഞാൻ? എന്തിനാണ് എൻ്റെ കുടുംബവും ചരിത്രവും ജീവിത ചരിത്രവും തിരക്കാൻ ഞാൻ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ? എന്തിനാണ് ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? ഞാൻ 10 കെട്ടിയാലും 12 കെട്ടിയാലും ഇവന്മാർക്കെന്താ? മരിച്ചുപോയ സുധിച്ചേട്ടനുമില്ല ഈ പ്രശ്നം, ഈ പറയുന്ന ആർക്കുമില്ല പ്രശ്നം. പിന്നെ എന്തിനാണ് ഇങ്ങനെ കുത്തിപ്പൊക്കാൻ വരുന്നത്? ഇവരാര്? CBIയോ? ഇവർ ആരെങ്കിലും നിർദ്ദേശിച്ചിട്ടുണ്ടോ ഇങ്ങനെ? ഇതാണോ ആവിഷ്കാര സ്വാതന്ത്ര്യം? തന്നെ വിമർശിക്കുന്നവരുടെതിരെ രേണു പ്രതികരിക്കുകയാണ്.